പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചതിയൊടുവിൽ തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ഇതിനൊരു തിരിച്ചടി നൽകുക തന്നെ ചെയ്യും എന്ന് വരുൺ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇതിനിടയിൽ കൺമണിയുടെ കയ്യിലാണ് വീടുള്ളത് എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ മാനസികമായി തകർന്ന് പോയിരിക്കുകയാണ് ഇപ്പോൾ ധനലക്ഷ്മി. ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്ന് അമ്മായിമാരോട് പറയുകയും ചെയ്യുന്നു. അത്ര വലിയ തിരിച്ചടിയാണല്ലോ ലഭിച്ചിരിക്കുന്നത്. എന്ത് ചെയ്യും? കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതേ തുടർന്നാണ് പുതിയൊരു വഴിത്തിരിവ് ഉണ്ടാകുന്നത്. ഇനിയെല്ലാം കൈവിട്ടു പോയില്ലേ, പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുമില്ല. എന്താണ് ഇനി നിന്റെ തീരുമാനം? ചോദിച്ചിരിക്കുകയാണ് ഇപ്പോൾ വരുണിനോട് വരുണിന്റെ അച്ഛൻ. എല്ലാം കൈവിട്ടുപോയി എന്നത് സത്യം തന്നെയാണ്. പക്ഷേ തോൽവി സമ്മതിക്കാൻ ഈ വരുൺ തയ്യാറല്ലെങ്കിലോ? എന്ത് മനസ്സിലായില്ല? ഞാൻ തിരിച്ചടിക്കാനുള്ള പ്ലാനുമായിട്ട് തന്നെയാണ് മുന്നിലേക്ക് പോകുന്നത്. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. എനിക്ക് വിജയിക്കണം. ഞാൻ അവളെ വിജയിക്കാൻ അനുവദിക്കില്ല. ഞാൻ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. ഇത് കേട്ടതിനെ തുടർന്ന് ആകെ പകച്ചു പോയിരിക്കുകയാണ് ഇപ്പോൾ വരുണിന്റെ അച്ഛൻ. എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഒന്ന് ഇറങ്ങട്ടെ, അതിന് ശേഷമാകാം ഈ തിരിച്ചടികൾ. ഇത് കേട്ടതിനെ തുടർന്ന് വരുണിന്റെ അച്ഛൻ ശരി എന്നുള്ള നിലപാട് എടുക്കുകയാണ്. ഇതേ തുടർന്ന് വരുൺ പ്രതികാരവുമായി മുന്നിലേക്ക് എത്തുകയാണ്. ആദ്യം തന്നെ ധനലക്ഷ്മിയെ ചെന്ന് കാണുന്ന വരുൺ, എൻ്റെ കൂടെ നിൽക്കണം, എന്നാൽ വീട് നിങ്ങളുടെ പേരിലേക്ക് ഞാൻ മാറ്റിത്തരാം എന്നുള്ള കാര്യം പറഞ്ഞതിനെ തുടർന്ന് കൺമണിയുടെ ശല്യം ഒഴിവാക്കണം എന്ന് ഉറപ്പിക്കുന്ന അവർ അതിന് തയ്യാറാവുകയാണ്. ഇതോടെ പുതിയൊരു ചതി ഒരുങ്ങുകയാണ് കൺമണിക്ക് നേരെ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.